പാപികളും ബലഹീനരുമായ മനുഷ്യമക്കളുടെ പാപഭാരം സ്വന്തം തോളിലേറ്റി സഹന വഴിയിലൂടെ നടന്നു നീങ്ങിയ ദൈവപുത്രനായ യേശുവിന്റെ വഴിയെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും എളിമയുടെയും വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നോമ്പുകാലത്ത് ഇന്നത്തെ വചന വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗമാണ്. 1-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ്, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആര് മൂലം അവ ഉണ്ടാകുന്നുവോ അവർക്ക് ദുരിതം. എല്ലാവിധ പാപ സാഹചര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് നശ്വരമായ സുഖലോൽപതയുടെ പിന്നാലെ പരക്കം പായുന്ന വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തെ മറന്നുകൊണ്ട് മറ്റു പലതിനെയും ദൈവമായി കാണുന്ന ഒരു വിഭാഗമായി നമ്മളിൽ പലരും മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹമോ സഹകരണമോ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ വിദ്വേഷവും ശത്രുതയും വെച്ചുകൊണ്ട് അന്യന്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താൻ വെമ്പൽ കൊള്ളുന്ന നമ്മോട് ഈശോ അടുത്ത വചനത്തിൽ പറയുന്നു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ശിഷ്യന്മാർ ഈശോയോട് അപേക്ഷിച്ചതുപോലെ നമുക്കും നമ്മുടെ തമ്പുരാനോട് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പാവമില്ലാതിരുന്നവൻ പാപികളായ നമുക്ക് വേണ്ടി ചോര ചിന്തിയത് നമ്മൾ സ്നേഹത്തിൽ ഒന്നാകാൻ വേണ്ടിയായിരുന്നില്ലേ? ശത്രുതയും വൈരാഗ്യം വെച്ച് പുലർത്തുമ്പോൾ നാം നമ്മുടെ തന്നെ ആത്മാവിനെയല്ലേ നശിപ്പിക്കുന്നത്? നമ്മുടെ സഹോദരങ്ങളോട്, അയൽക്കാരോട്, നമുക്കെതിരായി പ്രവർത്തിച്ചവരോടൊക്കെയും നമുക്ക് ക്ഷമിക്കാം, സ്നേഹിക്കാം. ഓരോരുത്തരിലും ഈശോയുടെ കരുണയുടെ മുഖം ദർശിച്ചുകൊണ്ട് ഈശോ നൽകിയ മാതൃകയിലൂടെ നമുക്കും മുന്നോട്ട് നീങ്ങാം. എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.